രതീഷേ, രതീഷേ, മനസ്സിലായോളോ നിനക്ക് തന്നെ? ഇത് എവിടെയായിരുന്നു എത്ര കാലം? എത്ര വർഷമായില്ലേ കണ്ടിട്ട്. ഓ, ഭയങ്കര ഫീല് അനുഭവപ്പെടുക. പിന്നെ സുഖമായിട്ട് പോന്നു. മക്കളൊക്കെ എന്തേ? മക്കൾക്കൊക്കെ ജോലിയായോ? മക്കളൊക്കെ ഒരു 100 രൂപ, ഒരു 100 രൂപ. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നടന്നിരക്കരുത്. 5ന്റെ പൈസ തരത്തില്ല. കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അവൻ്റെ കൂടെ പണിയുണ്ടെന്ന് പറഞ്ഞു. അന്നേരം വെച്ചാൽ പൈസ തിരിച്ചുതരാം. അറിയാ, ഇത് ഇളയ മോനാണോ അതോ മൂത്ത മോനാണോ? ഇളയതാണോ? ഇളയതാടോ ഇതുകൊണ്ട് പൊറുതി മുട്ടിയത്. കുട്ടികളല്ലേ, ഇങ്ങനൊന്നും പറയരുത്. അവരെന്തേലും ചോദിച്ചാൽ കൊടുക്കണ്ടേ? നാളെ താനൊരു വീഴ്ച പറ്റി കിടക്കുമ്പോഴത്തേക്ക് അവരല്ലേ തന്നെ നോക്കേണ്ടത്. അങ്ങനൊന്നും പറയാൻ പാടില്ല. ഒന്നും പറയാൻ പാടില്ല. നീ ഒന്നും പറയരുത് മോനെ. അവിടേക്ക് നീ ഒന്ന്. പിള്ളേരാ, നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? അവർക്ക് ഇപ്പോൾ 1-2 ദിവസം പണിയില്ലെന്ന് വരും. അപ്പൊ നമ്മളെല്ലാം സഹായിക്കണ്ടേ? നീ എന്തറിഞ്ഞിട്ടാ നീ പറയുന്നത്? ഇത് ചെയ്യാവുന്നല്ലേ. നീ ഒന്നും പറയണ്ട. ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. മാമ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും മാമ. 2 ദിവസം കഴിയുമ്പോൾ പണിയുണ്ട് മാമ. ഞാൻ തിരിച്ചു കൊടുക്കാം. അച്ഛനോടൊന്ന് പറ മാമ. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ വേണം. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞാലേ നമുക്കൊരു സൊല്യൂഷൻ ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കുഴപ്പമില്ല. മോൻ ചോദിച്ചതിനകത്തൊന്നും മാമന് ഒരു ദണ്ണമില്ല കേട്ടോ. നീ എന്തറിഞ്ഞാ സൊല്യൂഷൻ പറയാം. മോനെ നീ വിഷമിക്കണ്ട. അങ്കിള് തരാം. അവിടെ നിൽക്കി, നീ അവിടേക്ക്. വിഷമിക്കണ്ട. 500 രൂപ ഉണ്ട്. 100 നീ ചോദിച്ചത്. ഇത് മാമനെ തിരിച്ചൊന്നും തരണ്ട കേട്ടോ. വെച്ചോളാം കേട്ടോ. ഓക്കെ, ശരി. സന്തോഷമായിട്ട് പോട്ടോ. അച്ഛൻ്റെ കൂട്ടുകാരനാ. അളിയാ, ഒരു 528 കേട്ടാ. പൈന്റ് മാറ്റാം നമുക്ക്. ഒരു ഹാഫ് ആയിക്കോട്ടെ. എടാ, കാണാൻ പോണ ടച്ചിങ് ഒന്നും മേടിക്കണ്ട. ഒരു മീ ഫ്രൈ മേടിച്ചു. ഇന്ന് അടിച്ചു കുളിക്കടെ. ശരി മാമാ, ശരി. അച്ഛാ ശരി അച്ഛാ. എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അവസ്ഥ.